നമസ്കാരം. ഇന്ന് ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളെക്കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ വാർത്തകളിൽ കാണുന്നതാണോ യഥാർത്ഥ സത്യം? സമാധാനത്തിന്റെ പേരിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഇടപെടലുകൾ ശരിക്കും ആരെയാണ് സഹായിക്കുന്നത്? ഇതിന് പിന്നിലെ ചില ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇറാൻ എന്ന രാജ്യത്തെ എന്തിനാണ് ഇവർ ഇത്രയധികം വേട്ടയാടുന്നത്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അമേരിക്കയുടെ കാര്യം നോക്കാം. ഒരു രാജ്യത്തെ തകർക്കാൻ തോക്കുകൾ തന്നെ വേണമെന്നില്ല. ഇറാനെതിരെ അമേരിക്ക അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ഒരു വലിയ ക്രൂരതയാണ്. ഇത് കാരണം അവിടെ മരുന്നും ഭക്ഷണവും കിട്ടാൻ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. ഒരു രാജ്യം സ്വന്തം നിലയ്ക്ക് വളരാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ നോക്കുന്നത് എന്ത് നീതിയാണ്? ഇറാന്റെ സമ്പത്ത് തടഞ്ഞു വെക്കുന്നതിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെയാണ്. ഇനി ഇസ്രായേലിന്റെ കാര്യം. പാലസ്തീന്റെ മണ്ണിൽ അവർ നടത്തുന്ന ക്രൂരതകൾ നാം ദിവസം കാണുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കിവിടപ്പെടുന്ന മനുഷ്യർ, കൊല്ലപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, ഇതിനെയെല്ലാം സ്വയം പ്രതിരോധം എന്ന് വിളിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇതിനൊക്കെ ആയുധങ്ങളും പണവും നൽകി സഹായിക്കുന്നത് അമേരിക്കയാണ്. സമാധാനം പറയുന്നവർ തന്നെ യുദ്ധത്തിന് മരുന്ന് നൽകുന്നു. എന്തുകൊണ്ടാണ് ഇറാൻ ഇതിനെയെല്ലാം എതിർക്കുന്നത്? കാരണം തങ്ങളുടെ മേഖലയിൽ മറ്റൊരു രാജ്യത്തിന്റെ ആധിപത്യം അവർ ആഗ്രഹിക്കുന്നില്ല. അമേരിക്ക പറയുന്ന വഴിക്ക് നടക്കാത്തത് കൊണ്ടാണ് ഇറാൻ ഒരു വില്ലനായി ചിത്രീകരിക്കപ്പെടുന്നത്. പക്ഷേ ഇത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇറാൻ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ്. സത്യത്തിൽ ലോകം ഭയപ്പെടുന്നത് ഇറാന്റെ ആയുധങ്ങളെയല്ല, അവരുടെ ആത്മവിശ്വാസത്തെയാണ്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്കപ്പുറം വലിയൊരു രാഷ്ട്രീയമുണ്ട്. പാവപ്പെട്ട മനുഷ്യരുടെ ചോര വീഴ്ത്തിക്കൊണ്ടുള്ള ഈ അധികാരക്കളി അവസാനിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇറാൻ ചെയ്യുന്നത് ശരിയാണോ? അത് അമേരിക്കയുടെ ഇടപെടലുകളാണോ ശരി? കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നന്ദി.